ശബരിമലയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിഞ്ഞ് ഭക്തർ മാത്രമല്ല ഹൈക്കോടതി പോലും മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. ഏറ്റവും പുതുതായി വരുന്ന വിവരം ഇത് സംബന്ധിച്ച് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളെ മൂടിയിരുന്ന പാളിയിൽ സ്വർണം പൂശിയ പാളികൾ, അതിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടത് മാത്രമല്ല, അവിടെ അത് നിന്നിരുന്ന സ്വർണ്ണ പീഠങ്ങളുണ്ട്. അതും ഇപ്പോൾ കാണാനില്ല എന്നാണ് കേൾക്കുന്നത്. ഇത് കാണാതായിട്ട് ഏതാണ്ട് 4-5 വർഷങ്ങളായെന്നും പറയുന്നു. ഇതവിടെ സമർപ്പിച്ച ഭക്തൻ തന്നെ വളരെ വേദനയോടുകൂടി ആ അയ്യപ്പ ഭക്തൻ ജനങ്ങൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ, അധികാരികൾക്ക് മുന്നിൽ 2 കൈയും നീട്ടി അപേക്ഷിക്കുകയാണ്, ഇതൊന്ന് കണ്ടുപിടിച്ച് തരാമോ എന്ന്. എന്താണ് ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നതാണ്. ശബരിമലയിൽ അടിമുടി അഴിമതി മണക്കുന്ന കഥകളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുതിയ ഒരു എപ്പിസോഡാണ് ഈ സ്വർണ്ണപീഠത്തിൻ്റെ കാര്യം വാർത്തയായിട്ട് കാണുന്നത്. ഇതും മാത്രമല്ല, ഇതിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ മാത്രമോ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരെയോ പ്രസിഡന്റിനെയോ മാത്രമോ സംശയത്തിൽ നിർത്തിയാൽ പോരാ. ഇതിൽ പണി ചെയ്ത ആൾക്കാരും സ്പോൺസർമാരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ സംശയത്തിന് നിഴലിൽ നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്ന ഒരു രംഗം, അതിൽ വിശ്വാസ്യത കുറവുണ്ട് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇവരാരെയും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചപ്പോൾ ഒരു സ്പോൺസറെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു പുതിയൊരു അയ്യപ്പ വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി സ്പോൺസറായിട്ട് വന്നതാണ്. 1 മാസത്തിനകം അതിന്റെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇതാണ് സ്പോൺസർമാരുടെയൊക്കെ അവസ്ഥ. നല്ല സ്പോൺസർമാരും ഉണ്ടാവും, അതായത് ഭക്തന്മാരായിട്ടുള്ള ആളുകളും ഉണ്ടാവും. പക്ഷേ ഇവരോട് ഒത്തുകളിക്കുന്ന നിരവധി സ്പോൺസർമാർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ, ഉദ്യോഗസ്ഥന്മാർ, ഇതെല്ലാം ഒരു കോക്കസാണ് അവിടെ. അതുകൊണ്ട് ഇവർ ഉന്നയിക്കുന്നതിൽ നെല്ലും പതിരും കാര്യമായിട്ട് വേർതിരിക്കേണ്ടതുണ്ട്. എനിക്കിപ്പോഴും ആകെയുള്ളൊരു പ്രതീക്ഷ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള കമ്മീഷണറെ മാത്രമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് കുറേയെങ്കിലും ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ. അപ്പോൾ അവിടെ മാത്രമേ ഇപ്പോഴും നമുക്കൊരു വിശ്വസനീയമായിട്ടുള്ളൊരു കേന്ദ്രം എന്നുള്ള ആശ്രയ കേന്ദ്രം. അതെ. അപ്പോൾ അദ്ദേഹത്തിന് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം, സ്വർണത്തിൻ്റെ വിഷയം തന്നെ, മുന്നേ സ്വർണം പൂശിയിൽ തന്നെ കള്ളക്കണക്കുകൾ വന്നിരിക്കുന്നു. ഏകദേശം 1 കിലോയോളം പൂശേണ്ടടുത്ത് 800 ഗ്രാമിന് മേലെ, ചതുരശ്ര അടിക്ക് 8 ഗ്രാമിന് മേലെ പൂശേണ്ട ഇടത്ത് 300 ഗ്രാം പോലും പൂശാത്ത രീതിയിലാണ് ഇവിടെ സാധനം എത്തിച്ചത്. 1 പവൻ പൂശേണ്ടടുത്ത് 1/4 പവൻ പൂശിയിരിക്കുക. അതെ. അപ്പോൾ ആ തരത്തിലുള്ള മാനിപ്പുലേഷൻസ് അടിച്ചു മാറ്റിയെന്നാണ് അതിൻ്റെ അർത്ഥം. അതെ, അത് മുന്നേയുള്ള പണിയിലുള്ള കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. അതായത് ടോട്ടലി 1 കിലോയോളം പൂശേണ്ടടുത്ത് ആകെ 300 ഗ്രാം പൂശി, ബാക്കി 700 ഗ്രാം ഇവിടെ പോയി. അപ്പോൾ നിരവധി കാര്യങ്ങൾ ഇമാതിരി നടക്കുന്നുണ്ട്. ഇത് ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന തട്ടിപ്പാണോ? അല്ല, ഒരിക്കലുമല്ല. ഇതൊരു വലിയ കോക്കസാണ്. ഇതൊരു വലിയൊരു കോക്കസാണ്. ഈ സർക്കാരിനും ഇതിലൊക്കെ സർക്കാരിൽ ഉണ്ടാവും. സർക്കാർ ആരെയാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരായിട്ട് നിയമിക്കുന്നത്? ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കപ്പെടുന്ന എങ്ങനെയുള്ള ആളുകളെയാണ്? ഏതേത് റിക്രൂട്ട്മെന്റ് വ്യവസ്ഥകളിലൂടെയാണ് നിയമിക്കപ്പെടുന്നത്? ഇത് പരിശോധിച്ചാൽ മനസ്സിലാവും. സാധാരണ ചെയ്യുന്നത് സർക്കാരാണ്. ഇതിൻ്റെ എല്ലാം ആകെ ഉത്തരവാദി സർക്കാരാണ്. അവിടെ തൊഴിലാളി സംഘടനകളുണ്ട്. ഈ ഭഗവാനെ സേവിക്കുന്ന ആളുകൾക്ക് തൊഴിലാളി സംഘടന, ഭഗവാന്റെ സേവ എന്നുള്ളത് ഒരു തൊഴിൽ മേഖലയായിട്ട് ആണ് കുറേ കാലം കൊണ്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്തും ഒരു മാന്യതയ്ക്ക് വേണ്ടേ? ഇത് അതിൻ്റെ അകത്ത് സമരം വിളിക്കുക, അതിൻ്റെ അകത്ത് ലഹള കൂട്ടുക, ബഹളം വെക്കുക, കയ്യേറ്റം ചെയ്യുക, മറ്റ് രാഷ്ട്രീയക്കാരെങ്കിലും വന്ന് കയറി ഗോഗോ വിളിക്കുക, ഈ അഭ്യാസമാണ് അവിടെയുള്ളത്. വെറും രാഷ്ട്രീയ കുഴപ്പങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ട നാടകം. പിന്നെ ഇവരെ ആശ്രയിച്ച് നിൽക്കുന്ന പല ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരിടം. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ
രാഷ്ട്രീയ പാർട്ടികളിൽ സംരക്ഷണം കൊടുക്കേണ്ട ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇടമായിട്ടാണ് കുറെ കാലം കൊണ്ട് മാറിയത്. അല്ലാതെ രാഷ്ട്രീയ ഗുണ്ടകൾക്ക് വരെ അവിടെ അഭയം ആണ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഭഗവത് സേവ ചെയ്യേണ്ടത് ഭഗവാനോട് ഭക്തിപൂർവം ഭഗവാനെ ഭക്തിപൂർവ്വം കാണുന്ന ആളുകൾക്കുള്ള വളരെ വ്രതശുദ്ധിയോടുകൂടി ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഈ ക്ഷേത്ര. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് പൊളിറ്റിക്കലി ഇവർക്ക് ആവശ്യമുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ അവരിൽ നിന്ന് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രവൃത്തികൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമല. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ശബരിമല ഒരു പേടി സ്വപ്നമാണ്. അവിടെ ഞാൻ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഭക്തർക്കും ഒക്കെ ശബരിമല ഒരു പേടി സ്വപ്നമാണ്. നടപടിക്രമങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പങ്കുവെച്ച്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ ശബരിമല അയ്യപ്പൻ ആരെയാണ് ഇങ്ങനെ ഭയപ്പെടുത്താൻ വരുന്നത്? അദ്ദേഹം സർവാഭീഷ്ട വരദായനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള അയ്യപ്പനെ ഇവരെന്തിനാണ് ഭയക്കുന്നത്? അപ്പോൾ ഇവർ ഭയക്കുന്നെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ കാതലായ പ്രശ്നമുണ്ട് എന്നല്ല. മടിയിൽ കനമുള്ളവനാണ് വഴിയിൽ ഭയക്കുന്നത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നമ്മുടെ അടുത്ത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. മടിയിൽ കനമുള്ളവൻ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. അപ്പോൾ കനമില്ലാത്തവരൊന്നും പേടിക്കണ്ടല്ലോ. ഇതിൽ വിഷയം ശബരിമലയിൽ പ്രധാനമായിട്ടും 2 തരത്തിൽ പേടിക്കണം. ഒന്ന്, തെറ്റ് ചെയ്യുന്ന ആളുകൾ ഭഗവാന്റെ മുന്നിൽ പേടിക്കണം. അല്ല, അത് നമ്മൾ നേരത്തെ ഒരിക്കൽ കണ്ടതാണ്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ വന്ന് കൈകൂപ്പി കരഞ്ഞ് പ്രായശ്ചിത്തം തെറ്റ് ചെയ്യുന്നവർ ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പേടിക്കേണ്ടതുണ്ട്. രണ്ടാമതൊന്ന് പേടിക്കേണ്ടത് ഇപ്പോഴത്തെ നടപടിക്രമങ്ങളെ പേടിക്കേണ്ടതുണ്ട്. എല്ലാ കാലത്തും കൈയിട്ട് വാരിക്കൊണ്ടിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കൈയിടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൈ പിടിക്കപ്പെടുമ്പോൾ മുന്നേ ഇദ്ദേഹമല്ല കൈയിട്ട് വാരിയിട്ട് മോഷ്ടിച്ചിട്ടുള്ളത് എങ്കിലും മുന്നേ വാരിയത് നീ തന്നെയാണ് എന്നുള്ള രീതിയിൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കാലഘട്ടം ചെയ്യാത്ത കുറ്റത്തിനും സമാധാനം പറയേണ്ടി വരും. കാരണം ഇതൊരു നൈരന്തര്യമാണ്, ഇതൊരു തുടർച്ചയാണ്. അപ്പോൾ ചെയ്ത കുറ്റത്തിനും ചെയ്യാത്ത കുറ്റത്തിനും, ചെയ്യാത്തതെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി കുറ്റം ചെയ്തിട്ടുണ്ട്, ഇയാൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലത്തുണ്ടായിരുന്ന അഴിമതിക്കും ആൻസർ ചെയ്യേണ്ടി വരുന്നത് ഇപ്പോഴത്തെ അതേ പൊസിഷൻ വ്യക്തി മാറിയിട്ടുണ്ടാവും, പക്ഷേ സ്ഥാനം അത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ടി വരും. ഇപ്പോഴത്തെ അഴിമതിക്കും പേടിക്കണം, മുന്നത്തെ അഴിമതിക്കും പേടിക്കണം, അതിനു മുന്നേയുള്ള അഴിമതിക്കും പേടിക്കണം. ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതിനും ആൻസർ പറയേണ്ടത് ഇവരൊക്കെ തന്നെയായിരിക്കും. ഇവർ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ അഴിമതി കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. സിസ്റ്റത്തിനകത്ത് ഇവർ പല പല ലോബികൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിക്കുന്നത്. അപ്പോൾ 2 തരത്തിൽ ഇവർക്ക് പേടിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഒന്ന്, ഇവർ കുഴപ്പം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്. 2, ഇവർ കുഴപ്പം കാണിച്ചു കൂടാതെ പഴയ ആൾക്കാർ കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ പേറേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ. എന്തായാലും ഒരു ആസൂത്രിത അടിച്ചുമാറ്റലാണ് ഈ കാര്യത്തിൽ. ഇനിയിപ്പോൾ കോടതിയുടെ നടപടികൾ മാത്രമാണ്, കോടതിയിൽ നിന്ന് വരുന്ന വിധിയും ഉത്തരവുകളും മാത്രമാണ് നമുക്കൊരു ആശ്രയം ഈ വിഷയത്തിൽ. ഈ സ്വർണ്ണപ്പീഠത്തിന്റെ ഈ ഹൈക്കോടതിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ CJI പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഭഗവാനോട് പോയി പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭഗവാൻ കണ്ടുപിടിക്കട്ടെ എന്ന് പറയും നമ്മുടെ CJI. ഇങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ കുറച്ച് ബോധമുള്ള ചില ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ, അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. നേരെ സുപ്രീം കോടതിയിൽ പോകാൻ എന്താ പറ്റുക നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കേരള ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഈ സ്വർണ്ണപ്പീഠത്തിന്റെ കാര്യത്തിലാണെങ്കിലും സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, തെറ്റ് ചെയ്ത ഏതായാലും അന്വേഷണം നടക്കുകയാണ്. വിജിലൻസ് അന്വേഷണത്തിനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ സ്വതന്ത്രമായിട്ട് വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന നിരവധി ആളുകളുണ്ട് ഇവിടെ. സ്വതന്ത്രമായിട്ട് ഈ കേസ് അന്വേഷണത്തെ സഹായിക്കാൻ വേണ്ടി പറ്റുന്ന സംഘടനകളുണ്ട് ഇവിടെ. ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞതുപോലെ തന്നെ ഇവരെല്ലാവരും സൈലന്റ് മോഡിലാണ്. ഈ ഒരു സ്റ്റാൾ അനുവദിച്ച് കിട്ടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരാറ് കിട്ടുന്നത് കൊണ്ട് മാത്രം നിശബ്ദമാക്കപ്പെടേണ്ട സംഘടനകളൊന്നും അല്ല ഇവരൊന്നും. അയ്യപ്പനെ സത്യസന്ധമായിട്ട് സേവിക്കുന്നതിന് അവർക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ് ഈ സ്റ്റാൾ അനുവദിച്ച് കിട്ടുക എന്ന് പറയുന്നതും കരാറ് കിട്ടുക എന്നൊക്കെ പറയുന്നത്.
അത് ഏതെങ്കിലും രാഷ്ട്രീയ യജമാനന്മാർ കാണിക്കുന്ന കരുണയോ സൗജന്യമോ ഒന്നുമല്ല. അങ്ങനെ അവർ കാണിക്കുന്ന കരുണയും സൗജന്യവുമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള സൈലൻസ് ഉണ്ടായി വരുന്നത്. ഇതൊരു കോംപ്രമൈസ് ആണ് വാസ്തവം. ഇതിൽ കോംപ്രമൈസ് ഉണ്ട്. ഇല്ല എങ്കിൽ അയ്യപ്പനെ തൊട്ടാൽ ഇവിടെ ആരെങ്കിലും അനങ്ങാതിരിക്കും തോന്നുന്നുണ്ടോ? ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കേരളം കണ്ട സമരത്തെക്കുറിച്ച് അങ്ങ് ഓർക്കുന്നില്ലേ? ഈ ഇത്രയും സെൻസിറ്റീവായിട്ട് ഇത്രയും വലിയ ഗംഭീരമായിട്ടുള്ള അഴിമതി ശബരിമല നടന്നാൽ പൊതുസമൂഹം അനങ്ങാതിരിക്കുമോ? പക്ഷെ അത് അനക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്ത് വിടേണ്ട ആളുകൾ സ്റ്റാർട്ട് ചെയ്ത് വിടാത്തവർ, സ്വിച്ച് ഇടേണ്ട ആൾക്കാർ സ്വിച്ച് ഇടാതെ പോകുന്നത് ശരിയല്ലാത്ത പ്രവണതയാണ്. ഇനി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സ്റ്റാൾ അനുവദിക്കില്ലയോ? നമുക്ക് അന്നദാനത്തിനുള്ള അനുമതി നിഷേധിക്കപ്പെടുമോ? ഇങ്ങനെയുള്ള ആശങ്കകളിൽ കുടുങ്ങിയിട്ട് പ്രതികരിക്കാതിരിക്കുന്നത് മോശമാണ്. വെറും പ്രസ്താവനകളിലേക്ക് ചുരുങ്ങേണ്ടതല്ല. ഈ വിഷയത്തിൽ കർക്കശമായിട്ടുള്ള എത്ര സംഘടനകൾ ഈ കേസിൻ്റെ പ്രോസസ്സ് നോക്കുക. ഈ കേസിൻ്റെ പ്രോസസ്സിൽ എവിടെയാണ് ഒരു പേരുള്ളത്? അത് വളരെ വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒരാളിന്റെയും പേര് പരാമർശിക്കുന്നില്ല. ആ കാലത്ത് ചുമതല വഹിച്ചിരുന്ന ആൾക്കാരുടെയെങ്കിലും പേര് പറയണ്ട, അതുപോലും മിണ്ടുന്നില്ല. ഒരു എന്താ പറയേണ്ട, വളരെ ഒരേ സമയം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നാണ്. ഇത് തന്നെയാണ്. പക്ഷേ ഇതിലും വിമർശിക്കുന്ന ആളുകൾ നോക്കുക. ദേവസ്വം ബോർഡ് പറയും, പ്രസിഡന്റിൽ ഇപ്പോഴുള്ള ആളുകളെ പറയുന്നതല്ലാതെ ഒരു ചരിത്രമായ പ്രശ്നത്തിലേക്ക് ആരും കടക്കുന്നില്ല. എന്തിന്? എനിക്ക് പറയാനുള്ള BJP-യോട് തന്നെയാണ്. BJP-യിൽ ഇപ്പോൾ രാമനായർ സാറിനെ പോലെയുള്ള മുതിർന്ന ആളുകൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ ശബരിമല നടക്കുന്നത് എന്താണെന്നുള്ളത്? അദ്ദേഹത്തിനെ പോലുള്ള മുതിർന്ന വ്യക്തിത്വങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു സമരസജ്ജമായിട്ടുള്ള ഒരു സന്നാഹം ഉറപ്പുവരുത്താവുന്നതാണ്. പക്ഷെ ആരും അനങ്ങുന്നതായിട്ട് കാണുന്നില്ല. ഇത് വളരെ നിരാശാജനകമാണ്. എല്ലാ കാലത്തും ശബരിമലയുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെട്ടിരുന്ന ജീവിച്ചിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അതിൽ കുമ്മനം രാജശേഖരൻ ചെറിയ ആളല്ല. അദ്ദേഹം ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ. അഭിപ്രായത്തില് രാജേട്ടൻ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇറങ്ങണം, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രാജേട്ടന് എത്രമാത്രം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റും സമയം ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും പൊതുസമൂഹം അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രതീക്ഷയ്ക്ക് ഒത്ത് പ്രസ്ഥാനങ്ങൾ ഉണ്ടായി, പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണം, വ്യക്തികൾ മുന്നോട്ട് വരണം എന്ന് പോരാട്ടം ഏറ്റെടുത്ത ഇത് ചെറിയ വിഷയമല്ല. ഇതിന് ഏറ്റവും നിസ്സാരമായിട്ടാണ് ഇപ്പോഴും മാധ്യമങ്ങൾ പോലും കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്ന അവിടെ അഴിമതി എന്ന് പറയുന്നതല്ല, ഇതിൻ്റെ ആഴവും പരപ്പും വളരെ അതിൽ തൊട്ട് ഒരു മുട്ടുസൂചി വാങ്ങുന്നതിൽ തൊട്ട് അഴിമതിയുണ്ട്. പൊതുമാർക്കറ്റിൽ 5 പൈസയ്ക്ക് കിട്ടുന്ന മുട്ടുസൂചി ശബരിമല എത്തണമെങ്കിൽ 15 പൈസ 20 പൈസയാവും. അതോ 50 രൂപ കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് അത്രമാത്രം ഇരട്ടിയുടെ ഇരട്ടിയും അതിലിരട്ടിയും വരുന്ന മട്ടിലേക്കാണ് അവിടുത്തെ അഴിമതിയുടെ വ്യാപ്തി. ചെറിയൊരു കാര്യത്തിന് പോലും എല്ലാവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസിങ് പാടില്ലാത്തതാണ് എന്നുള്ളതിനാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഒരു ആവർത്തനം. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. കോടതി ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷയോടെ. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.